ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം ആരാണ്? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് സ്വാഗതം. ഞാനീ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ക്ലാസ് എന്തിനെക്കുറിച്ചാണെന്ന്. അതെ, 2023 നടന്ന ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. കറണ്ട് അഫയേഴ്സിൻ്റെ കീഴിലും അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ കീഴിലും ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു മേഖലയാണ് ഏഷ്യൻ ഗെയിംസ്. അപ്പോൾ ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസും നിങ്ങളിൽ പലർക്കും ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കാത്തവർ ഈ ക്ലാസ് കഴിയുമ്പോൾ അതിന് പ്രാപ്തരായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് 2022 നമുക്ക് പോവാം. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇതിൻ്റെ ചരിത്രം ചെറിയ രീതിയിലൊന്ന് പരിശോധിക്കാം. ഈ ഏഷ്യൻ ഗെയിംസ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിലെ അന്നത്തെ മെമ്പറായിരുന്ന ശ്രീ ഗുരുദത്ത് സോന്ദിയും അതുപോലെ തന്നെ അന്നത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവുമാണ്. അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യുദ്ധത്തിലൂടെ നഷ്ടപ്പെട്ട സമാധാനവും ഐക്യവും എല്ലാം സ്പോർട്സിലൂടെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഏഷ്യൻ ഗെയിംസ് എന്നുള്ളൊരു ആശയം അവർ മുന്നോട്ട് വെച്ചത്. അങ്ങനെ 1951 ആദ്യ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ ഗുരുദത്ത് സോന്ദിയാണ്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൻ്റെ മോട്ടോ എവർ ഓൺവേർഡ് എന്നുള്ളതാണ്. മോട്ടോ അതായത് മുദ്രാവാക്യം എവർ ഓൺവേർഡ് എന്നുള്ളതാണ്. ഏഷ്യൻ ഗെയിംസാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കായിക മത്സരമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏഷ്യൻ ഗെയിംസ് 4 വർഷത്തിലൊരിക്കലാണ് നടത്തപ്പെടുന്നത്. ആദ്യമായി നടന്നത് 1951 ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഡൽഹിയിലെ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് 11 രാജ്യങ്ങളാണ് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത്. അതിൽ ജപ്പാൻ 1ാമതായി എത്തുകയും ഇന്ത്യ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഇന്ത്യയിൽ വെച്ചിട്ടൊരു ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുണ്ട്. അത് 1982 അതും ഡൽഹിയിൽ വെച്ച് തന്നെയാണ് നടന്നത്. അന്നത്തെ പ്രസിഡന്റ് ശ്രീ ഗ്യാനി സെയിൽ സിംഗ് ആണിത് ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യൻ ഗെയിംസ് ഓർഗനൈസ് ചെയ്യുന്നത് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ എന്നൊരു ബോഡിയാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കുവൈറ്റിലാണ്. കുവൈറ്റിലെ കുവൈറ്റ് സിറ്റി എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയിൽ വെച്ച് 2 തവണയാണ് ഏഷ്യൻ ഗെയിംസ് നടത്തപ്പെട്ടത്. 1951 പിന്നീട് 1982. ഈ 1982 ഏഷ്യൻ ഗെയിംസിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നാണ് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസിന് ഒരു ഒഫീഷ്യൽ മസ്കോട്ട്, അതായത് ഭാഗ്യചിഹ്നം ഏർപ്പെടുത്തിയത്. ഇന്ത്യയുടെ ഒരു കുഞ്ഞൻ ആനയായിരുന്നു അന്നത്തെ ഒഫീഷ്യൽ മസ്കോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് അപ്പു. ഏഷ്യാഡ് അപ്പു എന്ന് നമ്മൾ ഓമന പേരിൽ വിളിക്കുന്ന കുഞ്ഞൻ ആനയായിരുന്നു ഒഫീഷ്യൽ മസ്കോട്ടായിട്ട് അന്ന് സ്വീകരിച്ചത്. ഇനി 2018 18ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. അത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് നടന്നത്. അന്ന് ഇന്ത്യ 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇന്ത്യക്ക് 70 മെഡലുകളാണ് ആകെ ലഭിച്ചത്. ഇനി നമുക്ക് 2023 ഏഷ്യൻ ഗെയിംസിലേക്ക് വരാം. ആദ്യം അതിൻ്റെ ഓപ്പണിംഗ് സെറിമണി നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് ശരിക്കും 2022 നടക്കേണ്ടതായിരുന്നു. ചൈനയിലെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ഈ ഈവൻ്റ് കുറച്ച് നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഒഫീഷ്യലി നമ്മൾ പറയുമ്പോൾ ഏഷ്യൻ ഗെയിംസ് 2022 എന്ന് തന്നെയാണ് പറയുന്നത്. അത് നടന്നത് 23 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 2026 അത് ജപ്പാനിലെ നയോഗ എന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ ഓപ്പണിംഗ് സെറിമണിയിലേക്ക് പോവാം. ചൈനയിലെ ഹാങ്ഷോ എന്ന സ്ഥലത്താണ് 2022 ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഹാങ്ഷോയിലെ ഒളിമ്പിക് സ്പോർട്സ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അഥവാ ബിഗ് ലോട്ടസ് എന്നറിയപ്പെടുന്ന സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. ചൈനീസ് പ്രസിഡൻ്റായ സി ജിങ് പിങ് ആണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ ഒഫീഷ്യൽ സ്ലോഗൻ ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ തീം സോങ് വിത്ത് യു ആൻഡ് മീ എന്നുള്ളതാണ്. ഉദ്ഘാടന ചടങ്ങിൽ മാർച്ച് ഫാസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ മാർച്ച് ഫാസ്റ്റിൽ ഇന്ത്യ 8ാം സ്ഥാനത്തായിരുന്നു. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് വരിക. ആദ്യം അഫ്ഗാനിസ്ഥാനായിരുന്നു,
ഇന്ത്യ 8ാം സ്ഥാനത്താണ് മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്തത്. ഇന്ത്യയിൽ മാർച്ച് പാസ്റ്റ് ലീഡ് ചെയ്ത് ഇന്ത്യൻ ഫ്ലാഗ് ബെയറേഴ്സ്, അതായത് പതാക ഏന്തിയ 2 വ്യക്തികളുണ്ട്. അതാണ് ഇന്ത്യയുടെ ഹോക്കി ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗറും ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ ജേതാവായ ലൗലീന ബോർഗോഹെയ്നുമാണ്. ഇനി ഇതിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് നമ്മുടെ മലയാളിയായ PR ശ്രീജേഷാണ്. അത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ആകെ ഇന്ത്യയിൽ നിന്ന് 655 കായിക താരങ്ങളാണ് ഈ ഇവൻറ്റിൽ പങ്കെടുത്തത്. PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറാണ്. ഇത് നടന്ന തീയതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ ആയിരുന്നു. ഇനി നമുക്ക് ഈ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ മെഡൽ നിലയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് വന്നത് ചൈനയാണ്. ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ് ലഭിച്ചത്. ചൈന 383 മെഡലോടെ ഒന്നാമതാവുകയും തൊട്ടുപിറകെ ജപ്പാൻ 188 മെഡലുകൾ നേടി. അതിന് പിന്നിലായിട്ട് സൗത്ത് കൊറിയയാണ് വന്നത്. അവർക്ക് 190 മെഡലുകളാണ് ലഭിച്ചത്. ആകെ കിട്ടുന്ന ഗോൾഡ് മെഡൽ ആർക്കാണോ കൂടുതൽ അവരാണ് ഫസ്റ്റ് വരിക. ഇന്ത്യക്ക് 107 മെഡലുകളാണ് ലഭിച്ചത്. ചൈനയ്ക്ക് 383 മെഡലിൽ 201 സ്വർണം കിട്ടി. ജപ്പാന് 188 മെഡലുകളിൽ 52 സ്വർണം. അതുപോലെ തന്നെ സൗത്ത് കൊറിയയ്ക്ക് 190 മെഡലുകളാണ് മൊത്തം ലഭിച്ചത്. പക്ഷേ അവർക്ക് 42 സ്വർണമേ ലഭിച്ചുള്ളൂ. അതുകൊണ്ടാണ് സൗത്ത് കൊറിയ ജപ്പാന് താഴെയായി പോയത്. ഇനി ഇന്ത്യക്കാണെങ്കിൽ ആകെ 107 മെഡലുകൾ ലഭിച്ചു. അതിൽ 28 സ്വർണമാണ് ഉള്ളത്. ഇന്ത്യയുടെ തൊട്ട് പുറകെ വന്ന രാജ്യമെന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനാണ്. അവർക്ക് 71 മെഡലാണ് മൊത്തത്തിൽ ലഭിച്ചത്. അതിൽ 22 സ്വർണവും ഉൾപ്പെടുന്നു. ഈ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇന്ത്യ 100-ന് മുകളിൽ സ്വർണം നേടിയ ഒരു ഏഷ്യൻ ഗെയിമാണ് 19ാമത്തെ ഏഷ്യൻ ഗെയിംസ്. അതായത് 2023 നടന്ന 2022 ഏഷ്യൻ ഗെയിംസ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ ഏഷ്യൻ ഗെയിംസിനുണ്ട്. ഈ ഏഷ്യൻ ഗെയിംസിൽ 2 പുതിയ സ്പോർട്സ് ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി. അതായത് സ്പോർട്സും അതുപോലെ തന്നെ ബ്രേക്ക് ഡാൻസും. അതായത് ഇലക്ട്രോണിക് സ്പോർട്സും ബ്രേക്ക് ഡാൻസുമാണ് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ 2 ഇനങ്ങൾ. ഈ 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ ഒഫീഷ്യൽ മസ്കോട്ട് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്ന് പറയുന്ന 3 കുഞ്ഞൻ റോബോട്ടുകളാണ്. അതിൽ 3 വ്യത്യസ്ത കളറിലായിട്ടാണ് ഈ റോബോട്ടുകളുള്ളത്. ഒരാൾ മഞ്ഞ, ഒന്ന് നീല, ഒന്ന് പച്ച. ബ്ലൂ റോബോട്ടിൻ്റെ പേര് ചിൻചിൻ എന്നും. ഈ ബ്ലൂ റോബോട്ട് ശാസ്ത്രവും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അടുത്ത റോബോട്ടാണ് കോങ്കോങ് എന്ന് പറയുന്ന മഞ്ഞ കളറിലെ റോബോട്ട്, അതായത് യെല്ലോ കളർ റോബോട്ട് കോങ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബമ്പർ വിളവെടുപ്പിനെയാണ്. അടുത്ത റോബോട്ടിൻ്റെ പേരാണ് ലിയാൻ. ഇത് ഗ്രീൻ കളറിലുള്ളതാണ്. ജീവനെയും പ്രകൃതിയെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ലിയാൻ എന്ന് പറയുന്ന ഈ ഗ്രീൻ കളറിലെ കുഞ്ഞൻ റോബോട്ട്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ മസ്കോട്ട് എന്ന് പറഞ്ഞാൽ 3 കുഞ്ഞൻ റോബോട്ടുകളാണ്: ചിൻചിൻ, കോങ്കോ ആൻഡ് ലിയാൻ. ഇനി നമുക്ക് 2023 നടന്ന 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ ഇന്ത്യയുടെ പ്രകടനം പരിശോധിക്കാം. ഇന്ത്യക്ക് മൊത്തം 107 മെഡലുകളാണല്ലോ ലഭിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ മെഡൽ കരസ്ഥമാക്കിയത് അത്ലറ്റിക്സിലാണ്. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് മൊത്തം 29 മെഡലുകൾ ലഭിച്ചു. അതിൽ 6 സ്വർണവും ഉൾപ്പെടുന്നു. അടുത്ത നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഷൂട്ടിങ്ങിലാണ്. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് 22 മെഡലുകളാണ് ആകെ ലഭിച്ചത്. പക്ഷേ അതിൽ 7 സ്വർണം ഉൾപ്പെടുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചത് അത്ലറ്റിക്സിലാണെങ്കിലും ഏറ്റവും അധികം സ്വർണം ലഭിച്ചത് ഷൂട്ടിങ്ങിലാണ്. അത്ലറ്റിക്സിൽ 6 സ്വർണവും ഷൂട്ടിങ്ങിൽ 7 സ്വർണവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അടുത്തത് ആർച്ചറി, അതായത് അമ്പെയ്ത്ത്. അതിൽ ഇന്ത്യക്ക് മൊത്തം ലഭിച്ചത് 9 മെഡലുകളാണ്. അതിൽ 5 ഗോൾഡും ഉൾപ്പെടുന്നു. ഇനി അത്ലറ്റിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് റൗണ്ടിൽ പങ്കെടുത്ത് വിജയിയായ അവിനാഷ് സാബ്ലെയാണ്. 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് അതിൽ അദ്ദേഹം സ്വർണം കരസ്ഥമാക്കുകയുണ്ടായി. അടുത്തത് ഷോട്ട് പുട്ടിൽ തേജീന്ദർ പാൽ സിംഗ് സ്വർണ്ണ ജേതാവായി. അടുത്തത് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണം കരസ്ഥമാക്കുകയുണ്ടായി. അടുത്തത് ഒരു വനിതയാണ് അന്നു റാണി. അന്നു റാണിക്കും ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ ലഭിച്ചു. പക്ഷേ ഇതിന് പ്രാധാന്യമുണ്ട്. അതായത് ഒരു ഏഷ്യൻ ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടുന്ന ആദ്യത്തെ വനിതയാണ് അന്നു റാണി.
അടുത്ത സ്വർണം ഇന്ത്യക്ക് ലഭിച്ചത് അത്ലറ്റിക്സിൽ ഒരു ഗ്രൂപ്പ് ഇവൻറ്റിനാണ്. അത് 4x400 മീറ്റർ റിലേ ആയിരുന്നു. അടുത്തത് നമുക്ക് ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ പ്രകടനം നോക്കാം. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് ആകെ ലഭിച്ചത് 22 മെഡലുകളാണ്. അതിൽ 7 സ്വർണവും ഉൾപ്പെടുന്നു. അതായത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടുന്നത് ഷൂട്ടിങ്ങിൽ നിന്നാണ്. 2 വ്യക്തിഗത ഇനങ്ങളിൽ നമുക്ക് സ്വർണം ലഭിച്ചിട്ടുണ്ട്. അതായത് 50 മീറ്റർ റൈഫിളിൽ സ്വിഫ്റ്റ് കൗർ സമ്രയ്ക്കും അതുപോലെ തന്നെ 10 മീറ്റർ എയർ പിസ്റ്റലിൽ പലാഖ് ഗുനിയയ്ക്കും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ഇതിൽ എടുത്തു പറയേണ്ടത് 50 മീറ്റർ റൈഫിളിൽ സ്വിഫ്റ്റ് കൗർ സമ്ര ലോക റെക്കോർഡ് കൂടിയാണ് സ്വർണ്ണ മെഡൽ ജേതാവായത്. ബാക്കി 5 മെഡലുകളും ഗ്രൂപ്പ് ഇനത്തിലാണ് ലഭിച്ചത്. അതായത് 10 മീറ്റർ എയർ പിസ്റ്റൽ, 10 മീറ്റർ റൈഫിൾ, 50 മീറ്റർ റൈഫിൾ, ട്രാപ്പ്, പിന്നെ അതുകൂടാതെ 25 മീറ്റർ പിസ്റ്റൽ വിമൺ. ബാക്കി 4 പുരുഷ ടീമിൻ്റെ ആയിരുന്നു. 25 മീറ്റർ പിസ്റ്റൽ മാത്രം വനിതാ വിഭാഗത്തിൻ്റെ ആയിരുന്നു. അങ്ങനെ മൊത്തം 7 സ്വർണമാണ് നമുക്ക് ഷൂട്ടിങ്ങിൽ ലഭിച്ചത്. ഇതിൽ ഓർത്ത് വെക്കേണ്ട 2 പേരുകൾ ഇഷ സിംഗ് തോമറും അതുപോലെ തന്നെ ഐശ്വരി പ്രതാപ് സിംഗുമാണ്. ഇഷ സിംഗ് തോമറിന് മൊത്തം 4 മെഡലുകൾ ലഭിച്ചു. അതായത് 1 ഗോൾഡും 3 സിൽവറുമാണ് ലഭിച്ചത്. ഇതെല്ലാം ഗ്രൂപ്പ് ഇനത്തിലായിരുന്നു. പിന്നെ അടുത്തത് ഐശ്വരി പ്രതാപ് സിംഗിനാണ്. ഐശ്വരി പ്രതാപ് സിംഗിനും ഇതുപോലെ തന്നെ 4 മെഡലുകൾ മൊത്തം ലഭിച്ചു. അത് 2 ഗോൾഡും 1 ബ്രോൺസും 1 സിൽവറുമാണ്. അപ്പോൾ മൊത്തം 4 മെഡൽ നേടിയ 2 കായിക താരങ്ങളുണ്ട്, ഇഷ സിംഗ് തോമറും ഐശ്വരി പ്രതാപ് സിംഗും ഷൂട്ടിങ്ങിൽ. അടുത്തത് നമുക്ക് ആർച്ചറി, അതായത് അമ്പെയ്ത്ത്. ഇതിൽ ഇന്ത്യക്കാരുടെ പ്രകടനം നോക്കാം. അമ്പെയ്ത്തിൽ നമുക്ക് ആകെ ലഭിച്ചത് 9 മെഡലുകളാണ്. അതിൽ 5 ഗോൾഡും 2 സിൽവറും 2 ബ്രോൺസുമാണ് ലഭിച്ചത്. അതിൽ ഓജസ് പ്രവീണിനും ജ്യോതി സുരേഖ ഈ 2 വ്യക്തികൾക്കും, അതായത് ഓജസ് പ്രവീൺ പുരുഷ വിഭാഗത്തിലും ജ്യോതി സുരേഖ വനിതാ വിഭാഗത്തിലും ജേതാക്കളായി. പിന്നെ അതുകൂടാതെ മിക്സഡ് ഡബിൾസിലും അവർക്ക് സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇവർ ഭാഗമായിരുന്ന ടീം ഇനങ്ങളിലും അവർക്ക് സ്വർണം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഓജസ് പ്രവീണിനും ജ്യോതി സുരേഖയ്ക്കും 3 സ്വർണ്ണ മെഡലുകളാണ് മൊത്തം ലഭിച്ചത്. ആർച്ചറിയിലെ വനിതാ വിഭാഗത്തിലെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അതിഥി സ്വാമി, ജ്യോതി സുരേഖ, പർമിത് കൗർ എന്നിവരാണ് വനിതാ വിഭാഗത്തിൽ പങ്കെടുത്തവർ. പുരുഷ വിഭാഗത്തിൽ പ്രത്മേഷ്, അഭിഷേക് വർമ്മ ആൻഡ് ഓജസ് പ്രവീൺ, ഇവർ 3 പേരുമാണ് പുരുഷ വിഭാഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഇതിൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ഓജസ് പ്രവീണിനും ജ്യോതി സുരേഖയ്ക്കും 3 സ്വർണ്ണ മെഡലുകൾ വെച്ച് ലഭിച്ചു. അടുത്ത നമുക്ക് ബാഡ്മിൻ്റൺ നോക്കാം. ബാഡ്മിൻ്റണിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചത് മെൻസ് ഡബിൾസ് ടീമിലാണ്. അതായത് സാദിഖ് സായിരാജും അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടിയും ചേർന്ന ബാഡ്മിൻ്റൺ ടീമിനാണ് ഇന്ത്യക്ക് സ്വർണം ലഭിച്ചത്. ഇവർ ഇതിനു മുന്നേ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പല മത്സരങ്ങളിലും സ്വർണ്ണ മെഡൽ ജേതാക്കളായിട്ടുണ്ട്. ഇനി ബാഡ്മിൻ്റൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു മലയാളി താരത്തെയാണ്, അതായത് HS പ്രണോയ്. അദ്ദേഹത്തിന് ഒരു ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് ടേബിൾ ടെന്നീസ് ടീമിലേക്ക് പോകാം. ടേബിൾ ടെന്നീസ് ടീമിൽ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു. റോഹൻ ബൊപ്പണ്ണയും ഋതുജ ഭോസ്ലെ ആയിരുന്നു ടീം അംഗങ്ങൾ. ഇനി ഇന്ത്യ ചരിത്രപരമായ ഒരു നേട്ടം കൈവരിച്ചത് അശ്വാഭ്യാസം, അതായത് ഇക്വെസ്ട്രിയനിലാണ്. ഇതിൽ അനുഷ് അഗർവാൾ ഒരു ബ്രോൺസ് മെഡൽ നേടി. അത് ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിഗത സ്കോറാണ്. ഇനി ടീം ഇനത്തിൽ ടീം ഡ്രസ്സേജ്, അതിനാണ് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. 40 വർഷത്തിന് ശേഷം, അതായത് 1982 ഇന്ത്യയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യ സ്വർണം നേടുന്നത്, രണ്ടാമത് ഇന്ത്യ സ്വർണം നേടുന്നത്, അശ്വാഭ്യാസത്തിൽ അടുത്ത സ്വർണം ഇന്ത്യ നേടുന്നത് 2022 ഏഷ്യൻ ഗെയിംസിലാണ്. ചരിത്രപരമായൊരു നേട്ടമായിരുന്നു. അതിൽ ടീം ഡ്രസ്സേജ് ഇനത്തിലാണ് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. അതിൽ ടീം അംഗങ്ങൾ അനുഷ് അഗർവാൾ, ദിവ്യകീർത്തി, സുദീപ്തി ഹജേല, ഹൃദയ് വിപുൽ എന്നിവരായിരുന്നു. അടുത്തൊരു സ്വർണം നേടിയത് സ്ക്വാഷിലാണ്. അതായത് സ്ക്വാഷിൽ മെൻസ് ടീമും അതുപോലെ തന്നെ മിക്സഡ് ഡബിൾസിലും ഇന്ത്യ സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ടായി. സ്ക്വാഷിൽ 2 സ്വർണമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. ഹരീന്ദർ പാൽ സന്ധുവും ദീപിക പള്ളിക്കലും ചേർന്ന മിക്സഡ് ഡബിൾസിൽ ഇന്ത്യ സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ടായി. മലയാളിയായ ദീപിക പള്ളിക്കലും ഹരീന്ദർ പാൽ സന്ധുവും ചേർന്ന ടീമിന്. അടുത്തത് മെൻസിൻ്റെ മിക്സഡ് ഡബിൾസ് ആയിരുന്നു. അതിലും ഇന്ത്യ സ്വർണം കരസ്ഥമാക്കി. ഇനി നമുക്ക് ടീം ഈവൻറ്റിലേക്ക് പോവാം. അതായത് ക്രിക്കറ്റിൽ ഇന്ത്യ
വനിതാ വിഭാഗത്തിലും അതുപോലെ തന്നെ പുരുഷ വിഭാഗത്തിലും സ്വർണം കരസ്ഥമാക്കിയുണ്ടായി. അതുപോലെ തന്നെ കബഡിയിലും വനിതാ വിഭാഗത്തിലും പുരുഷ വിഭാഗത്തിലും ഇന്ത്യ സ്വർണം കരസ്ഥമാക്കി. ഹോക്കിയിൽ ഇന്ത്യയുടെ പുരുഷ വിഭാഗം സ്വർണം നേടുകയും വനിതകൾക്ക് വെങ്കല മെഡൽ കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ക്രിക്കറ്റിൽ ആരെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയതെന്ന് നോക്കാം. ഇന്ത്യൻ പുരുഷ വിഭാഗത്തിൽ ക്രിക്കറ്റിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ആയിരുന്നു. ഇനി വനിതാ വിഭാഗത്തിൽ ഇന്ത്യ ശ്രീലങ്കയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആയിരുന്നു. ഇനി കബഡി പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ ഇറാനെ തോൽപ്പിച്ചു. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ ഇന്ത്യ ചൈനീസ് തായ്പേയെയാണ് തോൽപ്പിച്ചത്. ഈ കബഡിയിലെ ഇന്ത്യക്ക് വനിതാ വിഭാഗത്തിൽ നേടിയ സ്വർണത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ത്യയുടെ 100ാമത്തെ മെഡൽ ഇന്ത്യക്ക് ലഭിച്ചത് കബഡിയിലൂടെയായിരുന്നു. വനിതാ വിഭാഗത്തിൻ്റെ കബഡി മത്സരത്തിലൂടെയാണ് ഇന്ത്യക്ക് 100ാമത്തെ മെഡൽ ലഭിച്ചത്. അടുത്തത് ഹോക്കിയാണ്. ഹോക്കിയിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യ ജപ്പാനോട് പരാജയപ്പെട്ട് ബ്രോൺസ് മെഡലാണ് നേടിയത്. അതുപോലെ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ ജപ്പാനെ പരാജയപ്പെടുത്തി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. ഇനി എടുത്തു പറയേണ്ട ഒരു പേര് അദിതി അശോകിൻ്റെയാണ്. അദിതി അശോക് ഗോൾഫിൽ 2ാം സ്ഥാനത്തെത്തുകയും അങ്ങനെ സിൽവർ മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. അദിതി അശോകാണ് ആദ്യ ഇന്ത്യൻ വനിത ഗോൾഫിൽ ഒരു സ്വർണം നേടുന്നത്. ഇനി ഞാൻ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ആരാണ് 2022 ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നുള്ളത്? അതായത് സഞ്ജന ബാത്തുലയാണ്. അവർക്ക് 15 വയസ്സാണ് പ്രായം. റോളർ സ്കേറ്റിങ്ങിൽ ബ്രോൺസ് മെഡലാണ് സഞ്ജന ബാത്തുലയ്ക്ക് ലഭിച്ചത്. അടുത്തത് ജഗ്ഗി ശിവദാസാനിയാണ്. അദ്ദേഹത്തിന് 65 വയസ്സാണ് പ്രായം. അദ്ദേഹം ബ്രിഡ്ജിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. ഏറ്റവും പ്രായം കൂടിയ താരമായിരുന്നു ജഗ്ഗി ശിവദാസാനി. ഇനി നമുക്ക് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. 2022 ഏഷ്യൻ ഗെയിംസിന്റെ ഒഫീഷ്യൽ സ്ലോഗൻ എന്താണ്? ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ. എത്രാമത്തെ തവണയാണ് ചൈനയിൽ വെച്ചിട്ട് ഏഷ്യൻ ഗെയിംസ് നടത്തപ്പെടുന്നത്? 3ാം തവണ. 50 മീറ്റർ റൈഫിൾസ് വേൾഡ് റെക്കോർഡോടുകൂടി ഗോൾഡ് മെഡൽ നേടിയത് ആരാണ്? സ്വിഫ്റ്റ് കൗർ സമ്ര. സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ ഫ്ലാഗ് ഏന്തിയ PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിലെ ആരായിട്ടാണ് കളിക്കുന്നത്? ഗോൾ കീപ്പർ. ഓജസ് പ്രവീൺ, ജ്യോതി സുരേഖ. ഈ 2 വ്യക്തികൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർച്ചറി. ഇന്ത്യക്ക് 100ാമത്തെ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? വനിതകളുടെ കബഡി. സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഋതുരാജ് ഗെയ്ക്വാദ്. ഇനി ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിട്ടുള്ള രാജ്യം ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ തായ്ലൻഡാണ്. തായ്ലൻഡിൽ വെച്ച് 4 പ്രാവശ്യം ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുണ്ട്. 1966, 70, 78, അതുപോലെ തന്നെ 98. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.